സാറേ, നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം S-400 ഇപ്പോൾ സിലിഗുരി മേഖലയിലേക്ക് നീങ്ങി തുടങ്ങി. എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവില്ലേ? സിലിഗുരി കോറിഡോറിനെ പറ്റിയിട്ട് ബംഗ്ലാദേശിൽ നിന്ന് കുറേ വർത്തമാനം ഉണ്ടായല്ലോ. പിന്നെ പാകിസ്ഥാൻ്റെ ISIയുടെ കുറേ നേതാക്കൾ റാംഗഡ് എന്ന് പറഞ്ഞാൽ സിലിഗുരി കോറിഡോറിൽ നിന്ന് 10-30 കിലോമീറ്റർ ദൂരമുള്ളൂ. ആ റാംഗഡിൽ പോയിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ഈ ചാര ഓഫീസർമാരെയൊക്കെ ധാക്കയിൽ വന്നിറങ്ങി അവർ ഹെലികോപ്റ്ററിൽ റാംഗഡിൽ കൊണ്ടുപോയി സിലിഗുരി കോറിഡോറിൻ്റെ നമ്മളെ അടുത്ത് കൊണ്ടുപോയിരുന്നു. സിലിഗുരി കോറിഡോറിൻ്റെ തന്ത്രപ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സപ്ത സഹോദരിമാർ 7 സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് ആകെ നമുക്കിപ്പോൾ ഉള്ള പാത സിലിഗുരി കോറിഡോർ എന്നാണ്. ചിക്കൻ നെക്ക് എന്ന് പറയും. 22 കിലോമീറ്ററാണ് വീതി ഇല്ലേ? അതെ, ഏറ്റവും കുറഞ്ഞ ഭാഗത്ത്. അതെ. അപ്പോൾ ആ സിലിഗുരി കോറിഡോർ തന്ത്രപ്രധാനമാണ്. അത് പിടിച്ചടക്കുക, ഇന്ത്യ ഒറ്റപ്പെടുത്തുക, നോർത്ത് ഈസ്റ്റ് പിടിച്ചെടുത്ത് കൊണ്ടുപോവുക, വേർപെടുത്തുക എന്നൊക്കെയുള്ള ഉദ്ദേശമാണ്. ചൈനയിൽ പോയി വന്നിട്ടും യൂനിസ് ഇതൊക്കെ പറഞ്ഞിരുന്നു. നോർത്ത് ഈസ്റ്റ് ലാൻഡ് ലോക്ക്ഡാണ്, ഞാനാണ് കടലിൻ്റെ കാവലാൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. നോർത്ത് ഈസ്റ്റിന് കടലൊന്നുമില്ലാതെ ഇങ്ങനെ ലാൻഡ് ലോക്ക്ഡാണെന്നുള്ള മട്ടിലാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ രംഗ്പൂരിലെ തന്നെ ലാൽമണീർ ഹാർട്ട്, അവിടെ 1944 രണ്ടാം ലോകയുദ്ധ കാലത്ത് ഒരു വ്യോമത്താവളം ബ്രിട്ടീഷുകാരുണ്ടാക്കിയിരുന്നു. അത് വ്യോമതാവളമായിട്ട് തുടരുന്നു. അത് ചൈന ഇടപെട്ടിട്ട് വലിയ രാജ്യാന്തര വിമാനത്താവളമാക്കി മാറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മുടെ സിലിഗുരി കോറിഡോറിൻ്റെ അടുത്തായി പോയി അത്. അപ്പോൾ അതുകൊണ്ട് സിലിഗുരി കോറിഡോർ തന്ത്രപ്രധാനമായതുകൊണ്ട് ഇപ്പോൾ ഡിഫൻസ് ജേർണലുകളിൽ കാണുന്നത് നമ്മൾ S-400 സിലിഗുരിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൈനയുടെയും ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും ഒക്കെ ഭീഷണി കാരണം ദോക്ലാം വഴി ചൈനയ്ക്ക് വേണമെങ്കിൽ കയറാം. ദോക്ലാമിലൊരു സംഘർഷം നേരത്തെ ഉണ്ടായതാണ്. രാഹുൽ ഗാന്ധി ആ സമയത്ത് ചൈനീസ് എംബസിയിലേക്ക് സന്ദർശനമൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു റഫേലിൻ്റെ ഒരു സ്ക്വാഡ്രൺ നമ്മൾ ബംഗാളിലേക്ക് മാറ്റിയിട്ടുണ്ട്. റഫേലിൻ്റെ ഒരു സ്ക്വാഡ്രനും ഉണ്ട്. പിന്നെ റഫേലിൻ്റെ സ്ക്വാഡ്രൺ മാറ്റിയിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ഹാഷിമാറ വ്യോമത്താവളത്തിലേക്കാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ടം ഉണ്ടായാലും ഉടനെ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള S-400ഉം റഫാലും നമ്മുടെ പ്രധാനപ്പെട്ട ഹീറോകൾ അവിടെയുണ്ട്. പിന്നെ ബ്രഹ്മോസിൻ്റെ ഒരു റെജിമെൻറ്റ് അവിടെയുണ്ട്. പിന്നെ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് നമ്മുടെ ആകാശ് സംവിധാനം അതുണ്ട്. പിന്നെ ഷോർട്ട് വി ഷോർട്ട് ഇതൊക്കെ ഉണ്ട്. സുക്നയിൽ ത്രിശക്തി കോർ ഉണ്ട്, T-90 ടാങ്കുകളൊക്കെ ആയിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കവചിതപ്പട, അതെ, കവചിതപ്പട ടാങ്കിൻ്റെയൊക്കെ പട, അതാണ് ത്രിശക്തി കോർ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ മൗണ്ടൻ അസോൾട്ട് ഫോഴ്സ്, മലയിലുമൊക്കെ പട എക്സ്പീരിയൻസ് ഉള്ള ബ്രഹ്മാസ്ത്ര കോർ അത് ബംഗാളിലെ പനഗഡിലുണ്ട്. പിന്നെ ഈ ചൈനയെ വേണമെങ്കിൽ LACയിൽ ചെറുക്കാൻ വേണ്ട സംവിധാനങ്ങളൊക്കെയാണ് ഇത്, LAC. അപ്പോൾ 2 ഇൻഫൻട്രി ഡിവിഷനുകളുണ്ട്. ഒരു ആംഡ് ബ്രിഗേഡ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് എയർ ഡിഫൻസ് ഉണ്ട്, ഏവിയേഷൻ യൂണിറ്റുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഭീഷണി വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ ബംഗ്ലാദേശിൻ്റെ ഒരു ബെറാക്ടർ ഇന്ത്യ വെടിവെച്ചിട്ടതിൽ ബെറാക്ടർ ഒരാവശ്യമില്ലാതെ ബംഗ്ലാദേശിൻ്റെ ഇവിടെ അതിർത്തി പ്രദേശത്ത് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അതായത് മേഘാലയ, ത്രിപുര, മിസോറാമിൻ്റെയൊക്കെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ബെറാക്ടർ, ബംഗ്ലാദേശിന് തുർക്കി കൊടുത്തിരിക്കുന്ന ബെറാക്ടർ, അത് നമ്മുടെ അതിർത്തി പ്രദേശത്ത് കടക്കുമ്പോഴാണ് നമ്മൾ വെടിവെച്ചത്. അപ്പോൾ ധാക്കയിലെ തേജ്ഗാവ് വ്യോമത്താവളത്തിൽ നിന്ന് പറന്ന് ഉയർന്ന ഡ്രോണാണത്. അത് 10 കിലോമീറ്റർ ചുറ്റളവിൽ അതിർത്തിയിൽ പറക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥയുള്ളതാണ്. അത് ലംഘിച്ചുകൊണ്ടാണ് ഈ ബംഗ്ലാദേശിൻ്റെ ഡ്രോൺ കഴിഞ്ഞ കൊല്ലം പറന്നത്. അപ്പോൾ 67th ബംഗ്ലാദേശ് ആർമി റെജിമെൻറ്റിൽ
നിന്നുള്ളതാണ് എന്നുള്ളതാണ് നമുക്കറിവ്. തുർക്കിയിൽ നിന്ന് 12 എണ്ണം ബെയറാക്ടറിനാണ് ഓർഡർ കൊടുത്തിരുന്നത് ബംഗ്ലാദേശ്. അതിൽ 6 എണ്ണം ബംഗ്ലാദേശ് പട്ടാളത്തിൽ സേവനത്തിലുണ്ട്. 32 ഈ പാകിസ്ഥാൻ ചൈന സംയുക്തമായിട്ടുണ്ടാക്കിയ JF-17 വിമാനം ബംഗ്ലാദേശ് വാങ്ങാൻ പോകുന്നുണ്ട്. കരാറൊപ്പിട്ടിട്ടുണ്ട് 32 JF-17. പിന്നെ പാകിസ്ഥാൻ്റെ എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചൈനയുടെ ചെങ്ഡു എയർക്രാഫ്റ്റ്സും അവർ സംയുക്തമായിട്ടുണ്ടാക്കിയതാണ് JF-17. അപ്പോൾ ഇങ്ങനെ ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ്റെ ഒക്കെ ഒരു ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ S-400 ഒക്കെ. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ സിലിഗുരി മേഖലയിൽ ഞങ്ങൾ കടന്നു കയറും എന്നൊക്കെ പറഞ്ഞിട്ട് ബംഗ്ലാദേശ് ചൈനയുടെ ഒരു സഹായം കിട്ടിയിട്ട് നമ്മളെ ആക്രമിക്കുന്നുള്ളൊരു ഭീഷണിയൊക്കെ വന്നിരുന്നല്ലോ. പക്ഷേ അന്നേരം നമ്മളും കൃത്യമായിട്ട് മറുപടി കൊടുത്തിരുന്നു, കാരണം നമുക്കതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാമെന്ന്. മാത്രമല്ല ചൈന ഇവർക്ക് അനുകൂലമായിട്ടൊരു നിലപാട് എടുത്തതേ ഇല്ല. അന്ന് മുതലേ തന്നെ ഇന്ത്യയുമായിട്ട് ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ പോവുകയാണ്. ഇവൻ്റെ വാക്ക് കേട്ടിട്ടുള്ള ട്രേഡ് കൂടെ കളയണ്ട എന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ ഈ ചൈനയുടെ ഒരു സഹായമൊന്നും ഇല്ലാതെ ഈ ബംഗ്ലാദേശ് എന്തെങ്കിലും വാല് പൊക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. പാകിസ്ഥാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ പ്രോക്സി വാർ എന്ന് പറഞ്ഞ സംഗതിയാണ് നടത്തുക, നിഴൽ യുദ്ധം. അതുകൊണ്ടാണല്ലോ ഈ ഭീകരരെയൊക്കെ ഇറക്കുന്നത്. ഇപ്പോൾ IS-നെ ബലൂചിസ്ഥാനിൽ ഇറക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ 1965 യുദ്ധത്തിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കശ്മീരാണ് തന്ത്രപ്രധാനമായ സ്ഥലം, പോരാട്ടം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പട്ടാളത്തിന് വേറൊരു ഭാഗത്ത് തളച്ചിടണമല്ലോ. അതെ, ഇന്ത്യയുടെ കുറെ പട്ടാളം സിലിഗുരിയിൽ തളച്ചിടണം. അപ്പൊ കശ്മീർ ഭാഗം കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പൊ നേപ്പാളിൽ ഇല്ലേ നുഴഞ്ഞു കയറാനുള്ള ശ്രമമുണ്ട്. നമ്മൾ അവിടെയും ഒരു സൈന്യത്തെ വിന്യസിക്കും. അതെ, സൈന്യവും ഒക്കെ ഇടപെട്ട് അവിടെ ഒരു മോസ്കിൽ മർക്കസ്, നേപ്പാൾഗഞ്ചിലെ മോസ്കിൽ ഭീകരർ വന്നു എന്ന് പറഞ്ഞിട്ട് നേപ്പാൾ പോലീസും ഒക്കെ ആയിട്ട് നമ്മൾ സംയുക്തമായി തെരച്ചിലുമൊക്കെ നടത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്ന് പറഞ്ഞ പോലെ ഈ കശ്മീരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഒരുപാട് സൈന്യത്തിന് നമ്മൾ വിന്യസിച്ചിട്ടുണ്ട് പുതിയതായിട്ട് തന്നെ. അപ്പോൾ അവിടെ നിന്നൊക്കെ കുറേ ആളുകൾ മാറി സിലിഗുരിയിലോ, ഇതൊക്കെ ഈ 1965 യുദ്ധത്തിൽ സിക്കിം അതിർത്തി ഭാഗത്ത് ചൈന കുറെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, നുഴഞ്ഞു കയറുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തയൊക്കെ പ്രചരിക്കുകയൊക്കെ ചെയ്തിരുന്നു. വലിയ തോതിൽ ചൈന അതിന് യുദ്ധങ്ങളിൽ ഇടപെട്ടിട്ടില്ല 1971 ഒക്കെ. ഇത്തവണയും ചെറിയ തോതിൽ ഉപഗ്രഹം ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ വിമാന അവര് വാക്കുകൊണ്ട് കൂടുതൽ ചെയ്തെങ്കിലും പ്രവൃത്തിയിൽ അങ്ങനെ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു അല്ലേ? അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ ഈ ഇൻകർഷൻസ് എന്ന് പറയില്ലേ, ഓരോ സ്ഥലത്ത് നുഴഞ്ഞു കയറ്റം ഉണ്ടാക്കുന്നത്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നിന്ന് പിൻവലിക്കാനും ഒക്കെ ചെയ്യും. ഇപ്പൊ റാൺ ഓഫ് കച്ചിൽ നേരത്തെ 65 ഒക്കെ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ. വേറൊരു സ്ഥലത്ത് ആക്രമണം ഉണ്ടാക്കുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ കശ്മീരിന്റെ ഭാഗം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ശ്രദ്ധ വേറത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് ഇപ്പുറത്തേക്ക് അവരുടെ ലക്ഷ്യം നടപ്പാക്കുക. അങ്ങനെയും ആകാം. അല്ലാതെ ചൈന ഇപ്പോഴത്തെ അവരുടെ സ്ട്രാറ്റജി വെച്ചിട്ട് ആഭ്യന്തര സംഘർഷങ്ങള് അല്ലേ, സാമ്പത്തികമായ പ്രശ്നങ്ങള്, വളർച്ചയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ലോകത്തിന് മുന്നിൽ ഒന്നാമത് കുറച്ചൊന്ന് നാണം കെട്ട് ആയുധങ്ങളൊക്കെ പോയി ഒന്നുമില്ലാതൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഭീഷണി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, അത് പാകിസ്ഥാൻ തിരിക്കുന്നതും ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് മുഴുവൻ S-400 സിസ്റ്റംസ് റഷ്യയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഇനി 2 യൂണിറ്റ് നമുക്ക് വരാനുണ്ട്. ഇനി എന്നാലും ഒരു ഭാഗത്ത് ഒരു ശ്രദ്ധ വേണ്ടെടുത്ത് നമ്മൾ ചെയ്യണമല്ലോ. കാരണം മുമ്പ് ഈ പലയിടത്തും ആക്രമിക്കുമ്പോൾ റാൺ ഓഫ് കച്ച് മുമ്പ് അവര് പാകിസ്ഥാനെ ആക്രമിക്കുമ്പോഴൊക്കെ അഹമ്മദാബാദിലൊക്കെയാണ് നമ്മുടെ സേന ഇരിക്കുന്നത്. 120 കിലോമീറ്റർ അപ്പുറേ, 200 കിലോമീറ്റർ അപ്പുറയൊക്കെയാണ്. ഇത് നെഹ്റു ഭരിച്ചിരുന്ന കാലത്തൊക്കെ നമ്മുടെ സേനയുടെ അവസ്ഥയൊക്കെ ഇങ്ങനെയായിരുന്നു, വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. ഇപ്പം പക്ഷെ അങ്ങനെയല്ല അല്ലേ? ഒരു ആർജവമുള്ള ഭരണാധികാരിയോ ഭരണകൂടമോ നിലവിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാം. അതാണ് ഇപ്പൊ 62 യുദ്ധം നോക്കിയാലും 65 ഒക്കെ ആയാലും അവര് കയറുമ്പോൾ നമ്മുടെ സേന ഈ സ്ഥലങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. തേസ്പൂരിലൊക്കെ വരുമ്പോൾ അവിടെ നിന്നൊക്കെ ഒളിച്ചോടുകയൊക്കെ ആണ് ചെയ്തുകൊണ്ടിരുന്നത് സേന. ആസാമിലൊക്കെ കയറിയല്ലോ അന്ന്. എന്ന് പറഞ്ഞ പോലെ ആ ഭാഗത്ത് ഇപ്പം നമ്മളുണ്ട്. വലിയ അഭ്യാസമൊന്നും വേണ്ട എന്ന് പറയാൻ മാത്രമല്ല ഇതിപ്പോൾ S-400 ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിഫൻസ് ജേണലിൽ വായിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
ഇത് നമ്മൾ പ്രചരിപ്പിക്കുകയും കൂടി വേണമല്ലോ. അതെ അതെ, ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.